ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു മൂവി അപ്ഡേറ്റ്സ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പതിപോലെ തന്നെ ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിയിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ആഴ്ച മലയാളത്തിൽ നിന്നും വെറും 2 ചിത്രങ്ങളും തമിഴിൽ നിന്നും ഒരു മൂവിയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കധികം സമയം കളയാതെ തന്നെ മൂവിലോട്ട് നോക്കാം. അത് തന്നെ ഫെബ്രുവരി 15 റിലീസ് ചെയ്യുന്ന മൂവിയാണ് ബ്രഹ്മയുഗം എന്നാണ് മൂവിയുടെ പേര്. രാഹുൽ സദാശിവനാണ് ഇതിനെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇനി കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മെഗാസ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ മമ്മൂക്ക, ഇപ്പോൾ തന്നെ അർജുന അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ബ്രഹ്മയുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി തന്നെയാണ്. ഇപ്പോൾ തന്നെ ഹൊറർ മിസ്റ്ററി മൂവി തന്നെയായിരിക്കാം എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബ്രഹ്മയുഗത്തിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം 2 മണിക്കൂർ 39 സെക്കൻഡാണ് ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ എന്നാണ് നമുക്ക് പുതിയ അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഫെബ്രുവരി 15 ബ്രഹ്മയുഗം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ട്രെയിലറും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിരുന്നു. നമ്മളതിനെക്കുറിച്ച് ഡീക്കോഡിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരോട് നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ബ്രഹ്മയുഗത്തിൽ മമ്മൂക്ക കുഞ്ഞമ്മൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക വരാൻ വേണ്ടി പോകുന്നത്. ഒരു ദുർമന്ത്രവാദിയായിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും ബ്രഹ്മയുഗത്തിൽ നമ്മുടെ മെഗാസ്റ്റാറായിട്ടുള്ള നമ്മുടെ മമ്മൂക്കയുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രകടനം തന്നെ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ പഴയൊരു കാലഘട്ട ദുർമന്ത്രവാദം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൽ കാണുമ്പോൾ ആ ഫീല് കാണുന്ന പ്രേക്ഷകർക്ക് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ബ്രഹ്മയുഗം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫെബ്രുവരി 15 അപ്പോൾ ആരെങ്കിലും ഫസ്റ്റിലേക്ക് കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഫെബ്രുവരി 16 റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു മൂവി തുണ്ട് എന്നാണ് മൂവിയുടെ പേര്. തുണ്ട് എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ആ ഒരു തുണ്ട് മൂവിയല്ല, നമ്മുടെ ബിജി മേനോൻ പ്രധാന കഥാപാത്രമായി വരുന്ന മൂവിയാണ് തുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ഇതൊരു കോമഡി മൂവി തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഉണ്ട പോലത്തെ ഒരു റിയലിസ്റ്റിക് മൂവി തന്നെയാണ് കണ്ടപ്പോൾ എനിക്കാണ് തോന്നിയിട്ടുള്ളത്. ഒരു പോലീസുകാരെ യഥാർത്ഥമായുള്ള ജീവിതകഥകളൊക്കെ കാണിച്ച് പോകുന്നുണ്ട്. ആ ബിജി മേനോൻ പക്കായിട്ടുള്ള കോമഡിയും ഇമോഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ച് ശ്രമിക്കുന്നു. കാരണം 2 ഭാഗമായിട്ട് കാണിച്ചില്ല. ഒരു ഭാഗത്തിൽ കുട്ടി കോപ്പി മറ്റൊരു ഭാഗത്തിൽ ഒരു പോലീസുകാരൻ കോപ്പി അപ്പോൾ പോലീസുകാരൻ എങ്ങനെ കോൺസ്റ്റബിളിൽ നിന്നും സർക്കിളിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഒരു പരീക്ഷ തന്നെയായിരിക്കും കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ളത്. ഒരു പരീക്ഷകളിൽ തുണ്ട് വയ്ക്കുന്നു, അതുമായുള്ള സംഭവവികാസങ്ങളായിരിക്കും തുണ്ടെന്നും പറഞ്ഞ മൂവിയിൽ കോമഡി രൂപത്തിൽ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എത്രമാത്രം കോണെന്ന പ്രേക്ഷകർക്ക് എഫക്റ്റ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. ആ തുണ്ട് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരി 16 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് തുണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മറ്റൊരു മൂവി തമിഴ് മൂവിയാണ്. ഫെബ്രുവരി 15 റിലീസ് ചെയ്യാൻ വേണ്ടി മൂവിയാണ് സൈറൻ എന്നാണ് മൂവിയുടെ പേര്. ജയരവി, അനുപമ പരമേശ്വർ, കീർത്തി സുരേഷ് തുടങ്ങിയ പ്രധാനമായും കാശിങ്ങാൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ട്രെയിലറെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ജയവരി ആംബുലൻസ് ഡ്രൈവറാണെന്ന് തോന്നുന്നു. അദ്ദേഹം പിന്നീട് ജയിലിലേക്ക് അകപ്പെടുന്നു. പിന്നീട് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ ട്രെയിലർ ജയൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് അവൻ്റെ ഭാര്യയാണ്, പിന്നീട് അതിൽ നിന്നും പ്രധാനപ്പെട്ടത് അവൻ്റെ മകളാണെന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും അവ എന്തോ അനുഭവം മരണപ്പെടുന്നു. പിന്നീട് ആയിട്ട് ജയരവി തിരിച്ചു വരുന്നു. മകൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നില്ല. അച്ഛൻ മകൾ തമ്മിലുള്ള ഇമോഷണൽ സീൻസൊക്കെ നല്ലതിന് കണ്ടു ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ കേസ് അല്ലെങ്കിൽ ഒരു പക്ഷേ കീർത്തി സുരേഷ് ആയിരിക്കാം അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ഒരു എന്താ പറയുക ഒരു പോലീസുകാരിയായിട്ടുള്ള ചിത്രത്തിൽ വരാൻ വേണ്ടി പോകുന്ന കാര്യം യാതൊരു സംശയവും ട്രെയിലറിൽ നിന്ന് വ്യക്തം തന്നെയാണ്. അപ്പോൾ ഇത്രയേറെ മൂവികൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി മൂവികൾ ഏതെങ്കിലും നോക്കി കഴിഞ്ഞാൽ ബ്രഹ്മയുഗം, അതുപോലെ തന്നെ തുണ്ട്, സാരൻ തുടങ്ങിയ മൂവികളാണ് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏത് മൂവിക്കാണ് നിങ്ങൾ വെയിറ്റിംഗ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീട്ടിൽ ഇഷ്ടപ്പാടെ സപ്പോർട്ട് ചെയ്തായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.